നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡൽഹിയിൽ മൂന്ന് പാർട്ടികളും ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് ഒരുങ്ങുന്നത്. കോൺഗ്രസ് ഒരു വലിയ തിരിച്ചുവരവിനാണ് ശ്രമിക്കുന്നത്. രാഹുൽ ഗാന്ധി നേരിട്ട് പ്രചരണം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഡൽഹിയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണ ഡൽഹിയിൽ പ്രചരണ പരിപാടികൾക്ക് എത്തിയിട്ടുമുണ്ട്. അത്തരത്തിൽ പ്രചരണം കൊടുക്കുന്നതിനിടെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു വലിയ ഓഫർ ബിജെപിക്ക് മുന്നിൽ വെക്കുന്നത്. ഒരു കാര്യം അമിത്ഷാ അംഗീകരിച്ചാൽ താൻ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറാൻ തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഡൽഹിയിലെ ചേരി പൊളിക്കലുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പിൻവലിച്ചാൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ല എന്നതാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വാഗ്ദാനം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേസുകൾ പിൻവലിക്കണമെന്നും പുറത്താക്കപ്പെട്ടവർക്കെല്ലാം പുനരധിവാസം നൽകണമെന്നും കെജ്രിവാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചേരികളിലെ ജനങ്ങൾക്കെതിരെ നിങ്ങൾ ഫയൽ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കുക, ജനങ്ങളെ പുറത്താക്കിയ സ്ഥലത്ത് തന്നെ എല്ലാവർക്കും വീടുകൾ നൽകുമെന്ന് കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകുക. അങ്ങനെ ചെയ്താൽ താൻ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. ഇത്തരത്തിലുള്ളൊരു ഓഫറാണ് ഇപ്പോൾ അമിത്ഷാക്ക് മുന്നിൽ കെജ്രിവാൾ വെച്ചിരിക്കുന്നത്. എന്നാൽ ബിജെപി ആകട്ടെ ആ ചേരികൾ പൊളിച്ചു നീക്കാനുള്ള ശ്രമത്തിലാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ചേരി നിവാസികളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ഒരു തന്ത്രമാണ് കെജ്രിവാൾ ഇപ്പോൾ നടത്തിയത്. കഴിഞ്ഞ കുറച്ച് വർഷത്തിനിടെ ബിജെപി നയിക്കുന്ന കേന്ദ്ര സർക്കാർ ചേരി നിവാസികൾക്കായി 4700 ഫ്ളാറ്റുകൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. നഗരത്തിലെ ചേരികളിൽ കഴിയുന്നത് ഏതാണ്ട് 4 ലക്ഷം കുടുംബങ്ങളാണ്. അതുകൊണ്ട് തന്നെ പുനരധിവാസം പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് അത്ര എളുപ്പത്തിൽ സാധിക്കില്ല എന്നത് ഉറപ്പാണ്. അത് പരമാവധി മുതലാക്കിക്കൊണ്ടുള്ള അതൊക്കെ വോട്ടാക്കി മാറ്റാനുള്ള അടവാണ് ഇപ്പോൾ ഡൽഹിയിൽ കെജ്രിവാൾ നടത്തിയിരിക്കുന്നത്. എന്നാൽ കെജ്രിവാളിന്റെ ഈ ആരോപണങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന മറുപടി സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് ഈ പദ്ധതികൾ വൈകുന്നു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പരസ്പരം ചെളിവാരി അറിയുമ്പോൾ ഡൽഹിയിലെ ജനത ഒരു കാര്യം ഉറപ്പാക്കുകയാണ്: ഈ 2 കൂട്ടരും കുറ്റക്കാരാണ്. ഇവിടെയാണ് ഈ വിഷയം കത്തിച്ചു നിർത്തിക്കൊണ്ട് ഡൽഹിയിൽ കോൺഗ്രസ് ഇപ്പോൾ കളം നിറയുന്നത്.